ഹായ്. നമ്മളുണ്ടല്ലോ പിന്നെ കണ്ണൂരാ ഉള്ളത്. പണ്ടൊരു യോഗീശ്വരൻ താമസിച്ച ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അവിടെ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു പാറയില് ഒരു ഗുഹയുണ്ട്. അതൊക്കെ ഇങ്ങനെ കേട്ടു. നമുക്കാണെങ്കിൽ ഈ ഗുഹയിൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ ഗുഹ കാണാൻ വേണ്ടിട്ട് പോയെന്ന്. അപ്പൊ നമുക്ക് നേരെ ഗുഹ കാണാൻ വേണ്ടി പോവാം. എന്തൊരു കളറാന്നറിയാം ഇന്നത്തെ ആകാശം. നോക്കറ റോഡ്. സ്ഥലം വരുന്നത് കണ്ണൂർ തുഞ്ചാലിന് തോട്ടട, അതായത് കണ്ണൂർ ടൗണിൽ നിന്ന് 4.7 കിലോമീറ്റർ എന്നാണ് നാവിഗേറ്ററിൽ കാണിച്ചത്. നമ്മളിപ്പോ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിലെത്തുന്നവരെ നാവിഗേറ്റർ നോക്കിയിട്ടായതുകൊണ്ട് നാവിഗേറ്റർ നോക്കാണ് നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പോൾ നാവിഗേറ്റർ നോക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം 26 കിലോമീറ്റർ, മൈസൂർ 178 കിലോമീറ്റർ, കോഴിക്കോട് 88 കിലോമീറ്റർ, എറണാകുളം 264 കിലോമീറ്റർ. മൈസൂരേക്ക് എത്ര കിലോമീറ്റർ ആവണ്ടേ? 178 ഉള്ളു അല്ലേ? ഓ, മൈസൂർ എറണാകുളമായിട്ട് ശരിക്കും എറണാകുളം ദൂരെ കിടക്കുന്ന സ്ഥലം അല്ലേ? പുതിയ റോഡിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാല് ചടയൊന്നും പറഞ്ഞിട്ട് മൈസൂർ അല്ല എറണാകുളത്ത് എത്താൻ പറ്റും അല്ലേ? ഹായ്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ കിഴുന്നപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. കണ്ണൂർ തോട്ടടക്കടുത്ത് കിഴുന്നപ്പാറ. ഇവിടെ ഒരു കൗതുകമുള്ളൊരു കാഴ്ചയുണ്ട്. ഞാനിങ്ങനെ ഈ കൗതുകങ്ങളുടെ പുറകിലായതുകൊണ്ട് ഒരു കൗതുക കാഴ്ചന്റെ പുറകിലുള്ളത്. കൗതുക കാഴ്ച വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഈ അടുത്ത കാലം വരെ അറിയാത്തൊരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് എൻ്റെ അറിവിലും അധികം ആൾക്കാർക്ക് വലിയ പിടിയില്ലാത്തൊരു സംഗതിയാണ്. എന്നാ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലോട് ചേർന്നിട്ട് ഇവിടെ ഒരു യോഗീശ്വരൻ താമസിച്ചു എന്നോ അല്ലെങ്കിൽ ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗുഹയുണ്ട്. കടലിനോട് ചേർന്നിട്ടാണ് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന സൂര്യാസ്തമയം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കണ്ണൂരിൽ നിന്ന് ആകെ ഒരു 6-7 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അവിടെയുള്ള കുറച്ച് ബോർഡുകൾ കാണിച്ച ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. എൻട്രി രാവിലെ 5 മണി മുതൽ 11 മണി വരെ, പിന്നെ വൈകുന്നേരം 3:30 മുതൽ 7 മണി. പൂജയോ പാടുള്ളതല്ല. യാതൊരു കാരണവശാലും ദക്ഷിണ നിക്ഷേപിക്കരുത്. അകത്ത് ധ്യാനത്തിലിരിക്കുന്ന യോഗീശ്വരനെ ശബ്ദ മലിനീകരണം കൊണ്ട് ശല്യപ്പെടുത്തരുത്, തടസ്സപ്പെടുത്തരുത് എന്ന് വെച്ചാൽ ഇപ്പോഴും അതിനകത്ത് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് കിടക്കാം. ഇത് കണ്ടോ, കുറേ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് യോഗീശ്വരൻ തപസ്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ യോഗീശ്വര സന്നിധാനം. ഇതിൻ്റെ മുൻവശം ഉണ്ടല്ലോ, ഇതേപടി കടലാണ്. സൂപ്പർ സ്ഥലമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും നിങ്ങൾക്കുള്ള അറിവുകളെ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കമൻ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.